OCD എന്ന വാക്ക് കേട്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. നമ്മുടെ ദൈനംദിന സംസാരത്തിൽ ഒരിക്കലെങ്കിലും ഈ വാക്ക് കടന്നു വന്നിട്ടുണ്ടാകും. ഒത്തിരി വൃത്തിയുള്ള ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ പതിവിൽ കഴിഞ്ഞും അടുക്കും ചിട്ടയുമുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നാം അവർക്ക് OCD ആണെന്ന്. എന്താണ് OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് നോക്കാം. അനിയന്ത്രിതമായി വരുന്ന ചിന്തകളും അവ മൂലം ആളുകൾ ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികളുമാണ് OCDയുടെ പ്രധാന ലക്ഷണങ്ങളിലൊന്ന്. ഒരാൾക്ക് വൃത്തിഭ്രമമുണ്ടെങ്കിൽ അവർക്ക് OCD ഉണ്ടെന്നല്ല അർത്ഥം. OCD എന്ന ഉത്കണ്ഠ രോഗത്തെ സ്ഥിരീകരിക്കുന്ന മറ്റ് നിരവധി വ്യക്തമായ അടയാളങ്ങളുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ആഴത്തിലാണ്. എപ്പോഴും രോഗാണുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതായി തോന്നലുണ്ടാവുകയും അതുവഴിയുണ്ടാകുന്ന ഭയത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും നിഴലിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. തലച്ചോറിൽ സെറാട്ടോണിൻ എന്നറിയപ്പെടുന്ന ഒരു രാസവസ്തുണ്ട്. ഇവയുടെ അളവ് കുറയുമ്പോൾ ചില ജോലികൾ പൂർത്തിയാക്കിയാലും അവ അപൂർണമാണെന്ന ചിന്ത വരുന്നു. ഇത് കാരണം ചെയ്ത പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യാൻ തലച്ചോർ നമ്മെ പ്രേരിപ്പിക്കും. പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ രോഗാവസ്ഥ ഒരുപോലെ കാണാറുണ്ട്. സാധാരണയായി ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അണുക്കൾ അല്ലെങ്കിൽ അഴുക്ക് എന്നിവയാൽ താനും തന്റെ ചുറ്റിനും മലിനമാകുമോ എന്ന ഭയം, തന്റെ സ്വയം നിയന്ത്രണം നഷ്ടപ്പെടുമെന്നും നിങ്ങളെയോ മറ്റുള്ളവരെയോ ഉപദ്രവിക്കുമെന്നുള്ള ഭയം, അനാവശ്യ ഭീതിയും OCDയുടെ ലക്ഷണങ്ങളിലൊന്നാണ്. അപകടം സംഭവിക്കുമോ, മരിച്ചു പോകുമോ എന്നിങ്ങനെ പോകുന്നു ചിന്തകൾ. റോഡിലേക്ക് ഇറങ്ങിയാൽ വണ്ടി ഇടിക്കുമോ തുടങ്ങി നിരവധി ചിന്തകൾ അലട്ടിക്കൊണ്ടേയിരിക്കും. ഭയം കാരണം വീട് വിട്ട് പുറത്തു പോകാൻ പോലും ഇവർക്ക് കഴിയില്ല. ഇനി OCDയെ ഒരു പരിധിവരെ എങ്ങനെ സ്വന്തമായി നേരിടാമെന്ന് നോക്കാം. ഡയറി എഴുതാൻ തുടങ്ങുക. പ്രാരംഭഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ ചിന്തകൾ തുടർച്ചയായി എഴുതുന്നത് വഴി ഇവ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതിനായി നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ സഹായം തേടാവുന്നതാണ്. കാര്യങ്ങളെ കൂടുതൽ പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക. തനിക്ക് എന്തോ അസുഖമാണെന്ന ചിന്ത മാറ്റി കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. OCD ഉള്ളവരിൽ ഭയം, സമ്മർദ്ദം, അസ്വസ്ഥത, ദുഃഖം, നിരാശ എന്നിവ വർദ്ധിക്കുന്നു. കൗൺസിലിംഗിന്റെയും ബിഹേവിയറൽ തെറാപ്പിയുടെയും സഹായത്തോടെയാണ് ഡോക്ടർമാർ ഇത്തരത്തിലുള്ള രോഗികൾക്ക് ചികിത്സ നൽകുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മരുന്നുകൾക്ക് നിർദ്ദേശിക്കാറുമുണ്ട്.